ഗൾഫിലുള്ള മലയാളികൾക്കും അവരുടെ കേരളത്തിലുള്ള ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ആശ്വസിക്കാനുള്ള വക ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ പുതിയൊരു ഡെവലപ്മെൻറ്റ് വരികയാണ്. അതായത് നരേന്ദ്രമോദി യുദ്ധത്തിൽ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അതായത് മോദി ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇതിൽ ഇടപെടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലായി. വെറുതെ പോയിട്ട് നാണം കെട്ട് തിരിച്ചു പോരുക എന്നുള്ളൊരു പരിപാടിയിലേക്ക് അദ്ദേഹം എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെയാണ്, അല്ല രാഹുൽ ഗാന്ധിയെ പോലെ തൻ്റെ പാർട്ടിയല്ല, BJPയോ RSSനെയോ അല്ല മോദി പ്രതിനിധാനം ചെയ്യുന്നു. ഇന്ത്യക്കാരെ അപമാനിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മോദിക്ക് വഴി തുറന്നിരിക്കുന്നു. മോദി ഫോണെന്നെടുത്ത് വിളിച്ചാൽ, ഇസ്രായേലിനോടും ഇറാനോടും ഒന്ന് സംസാരിച്ചാൽ അപ്പോൾ തീരും ഈ യുദ്ധം എന്ന് UAEയുടെ പുതിയ അംബാസഡർ ഇപ്പോൾ നമ്മുടെ NDTVക്ക് നൽകിയ ഒരഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ആ അംബാസഡറുടെ പേര് ഹസൻ മിർസ എന്നാണ്. അപ്പോൾ മോദിയുടെ ബലം എന്താണ്, ശക്തി എന്താണ് എന്ന് ശരിക്ക് അറിയാവുന്ന ആളാണ് അദ്ദേഹം. ഈസ് ദ ഫസ്റ്റ് UAE അംബാസഡർ ടു ഇന്ത്യ. നമുക്കറിയാമല്ലോ UAEയുമായിട്ടുള്ള ബന്ധം. മോദി ഒന്ന് ഫോണെടുത്ത് വിളിച്ചപ്പോഴത്തേക്കും അൽ നഹ്യാൻ ഇന്ത്യയിലേക്ക് വന്നു. അതെന്തിനായിരുന്നു? സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാൻ. സമഗ്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും ചേർന്ന് ഒപ്പിട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിൽ തന്ത്രപരമായിട്ടുള്ള, അതായത് സ്ട്രാറ്റജിക് യുദ്ധസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ധാരണയും കൂടിയാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. യുദ്ധതന്ത്രപരമായ കാര്യങ്ങളിൽ അത് ശരിക്കും സൗദി അറേബ്യയ്ക്കിട്ട് കൊടുത്ത ഒരു കൊട്ടും കൂടിയാണ്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഇത് സമാനമായിട്ടൊരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് പാകിസ്ഥാൻ ഇപ്പോൾ സൗദി അറേബ്യയുടെ രക്ഷയ്ക്കെത്താൻ ബാധ്യസ്ഥമാണ്, പേടിച്ചിരിക്കുകയാണ്. കാരണം ഇറാനാണ്, തൊട്ടയൽ രാജ്യമാണ്. ഇറാനെങ്ങാനും മിസൈൽ അയച്ചു കഴിഞ്ഞാൽ തീർന്നു പാകിസ്ഥാൻ. ബലൂചിസ്ഥാൻ്റെ ആക്രമണം, അഫ്ഗാനിസ്ഥാൻ്റെ ആക്രമണം, അതിനെയെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. മുങ്ങിപ്പോകുന്ന ഒരു കപ്പലാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് പേടിച്ച് ചൂടിയിരിക്കുന്നത്. പക്ഷേ കരാർ പ്രകാരം സത്യസന്ധതയുണ്ടെങ്കിൽ സൗദി അറേബ്യയെ രക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. എന്താണ് കാര്യം? കരാറിൽ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളിൽ, അതായത് സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഏതെങ്കിലും ഒന്നിനോട് ഏതെങ്കിലും രാജ്യം യുദ്ധം പ്രഖ്യാപിച്ചാൽ അത് തങ്ങൾക്ക് നേരെയുള്ള യുദ്ധമായിട്ട് കണക്കാക്കും എന്നാണ് കരാറിൽ പറഞ്ഞത്. കുരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ആ കരാറിൽ കുടുങ്ങിയിരിക്കുകയാണ്. നന്നായിപ്പോയി, അവർക്കത് കിട്ടണം. കാലം കാത്ത് വെച്ച കാവ്യനീതി എന്നൊക്കെ പറയാം. നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മോദിക്ക് സംസാരിക്കാൻ തക്ക ബന്ധമുള്ള രാജ്യങ്ങളാണ് ഇറാനും അതുപോലെ ഇസ്രായേലും. പരസ്പര വൈരികളാണ്, കീരിയും പാമ്പുമാണ്. പക്ഷേ ഈ കീരിയും പാമ്പുമായിട്ടും രണ്ടുപേരുമായിട്ടും സൗഹൃദം തുല്യബലത്തിൽ പുലർത്തുന്ന ഒരൊറ്റ നാടേ ഉള്ളൂ, ഒരൊറ്റ രാജ്യമേ ഉള്ളൂ, അത് ഇന്ത്യയാണ്. ആ ഇന്ത്യ വിചാരിച്ചാൽ ഇവരെ തമ്മിൽ യുദ്ധം മറ്റൊന്നുമില്ല, തൽക്കാലം നിങ്ങൾ വെടിനിർത്തും, ബാക്കി കാര്യം പറ്റും. ഇതാണ് അതിൻ്റെ ഒരു തന്ത്രം സാധാരണ സ്വീകരിക്കാറുള്ളത്. പറയുന്നതൊക്കെ ശരി, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. യു സ്റ്റോപ്പ് ദ വാർ, സെസേഷൻ ഓഫ് ദ വാർ നൗ. ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അടിയന്തര സാഹചര്യമില്ല. ഇത്രയും മാത്രമേ പറയുള്ളൂ, പറഞ്ഞാൽ മതി. അമേരിക്ക അതിനെ സപ്പോർട്ട് ചെയ്യും. ആണ് സാഹചര്യം അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു. അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റി, അവരുടെ എ പ്ലാൻ തെറ്റി. അതിൻ്റെ ഫലമായിട്ട് പുതിയ കപ്പലുകൾ കൊണ്ടുവന്നത് അപ്പോഴും ഫലിച്ചില്ല. പിന്നെ സി പ്ലാനിലേക്ക് പോയി. ആ സി പ്ലാൻ ആയിരുന്നു എന്ത്? സി പ്ലാൻ്റെ ഫലമായിട്ടായിരുന്നു അവർ ഞങ്ങളിപ്പം നശിപ്പിച്ച് കളയും, സിവിലിയൻസിനെ ആക്രമിക്കാൻ പോവുക. അത് കേട്ട് ഞെട്ടി ഉടനെ വേണ്ടേ, യുദ്ധം വേണ്ടേ, ഞങ്ങളുടെ പൗരന്മാരെ കൊല്ലല്ലേ, കൊന്ന് ഈ കൊലവിളിയന്മാരോട് നിലവിളിക്കും ഇറാൻ എന്നാണ് കരുതിയത് അമേരിക്ക. അവിടെയും പാളി. യുദ്ധമെങ്കിൽ യുദ്ധം, മരിക്കാൻ ഞങ്ങൾ തയ്യാർ. കാരണം എന്താ? അവരുടെ രൂഢമൂലമായ വിശ്വാസമെന്ന് പറയുന്നത് അവർ ഹൂറികളുടെ അടുത്തേക്ക് പോകും, സ്വർഗത്തിലേക്ക് പോകും, വീരസ്വർഗം പ്രാപിക്കും. അങ്ങനെ ഖമനേയി പോയി എന്നാണ് അവരുടെ വിശ്വാസം, ഉറച്ച വിശ്വാസം, ദൃഢബോധ്യം. അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചെടുത്തിരിക്കുന്നത്. മതരാജ്യം അതെന്തുമായിക്കോട്ടെ, അവരുടെ വിശ്വാസത്തിൻ്റെ കാര്യം അതെന്തുമായിക്കോട്ടെ, നമ്മളതുമായിട്ട് അവരുടെ മതകാര്യങ്ങളിലിടുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുതെന്നുള്ളതാണല്ലോ നമ്മുടെ ഈ മതനിരപേക്ഷത നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. അതിലേക്ക് പോകണ്ട. അപ്പോൾ ഇവിടെ മറ്റ് രാജ്യങ്ങൾക്ക് അവർ നാശനഷ്ടം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി കണ്ടുപിടിച്ചത് അവിടെ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. 100% ഗ്യാരണ്ടി.
പിന്നെ തന്നെ ഇപ്പോൾ യുദ്ധം ചെയ്ത് ആരെയും ഇപ്പോൾ ഒരുത്തനെ കൊല്ലാനുള്ളത് കൊന്ന് 86 വയസ്സ് കഴിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു. യുവന്മാരുടെ കൈ കൊണ്ടൊന്ന് മരിച്ചാൽ എനിക്ക് വീരസ്വർഗം പ്രാപിക്കാമല്ലോ, എൻ്റെ രാജ്യത്തെ കുട്ടികളോട് ചെയ്ത പാവം പൊറുക്കുമല്ലപ്പോൾ ദൈവം. അത് അദ്ദേഹം സാധിച്ചും കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ വളരെ ആശയക്കുഴപ്പം. ഇനി എന്ത് ചെയ്യണം? യവന്മാരെ ഇളക്കാൻ പറ്റുന്നില്ലല്ലോ. ഇസ്രായേലിനും ആശയക്കുഴപ്പമുണ്ട്. അവർ 3500 മിസൈൽ കണ്ടതും നശിപ്പിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അടിവാരത്ത് 2500 എണ്ണം ബാലിസ്റ്റിക് മിസൈൽ ഇടിക്കുക. ഇതിൽ പലതും ചെയ്യുന്ന ഇസ്രായേലി പൗരന്മാരെ കൊല്ലുന്നുമുണ്ട്. ഒരു ഇസ്രായേലി പൗരനെങ്കിലും മരിച്ചാൽ അവിടെ പ്രതിപക്ഷം കിടന്ന് ബഹളം വയ്ക്കും പാർലമെൻറ്റിൽ. ഇന്ത്യയേക്കാൾ ശക്തമായ പ്രതിപക്ഷമുള്ള ഒരു രാജ്യമാണ്. എന്തുണ്ടെന്ന് നോക്കിയിരിക്കുക അവിടെ. മോദി പോയപ്പോഴും അത് കണ്ടു. മോദി അവിടെ അവനെ നെസറ്റ് അഭിസംബോധന ചെയ്തപ്പോൾ പ്രതിപക്ഷമില്ല അവിടെ, അവർ ബോയ്ക്കോട്ട് ചെയ്തു. അപ്പം അതുകൊണ്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ള ജനാധിപത്യം, വളരെ അമേരിക്ക അതുപോലെ തന്നെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, മറ്റേത് പ്രധാനമന്ത്രിയാണ്, ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രിയാണ്. അപ്പോൾ കുറച്ചുകൂടെ വീക്കറാണ്. പ്രസിഡന്റ് കുറച്ചുകൂടെ പവർഫുൾ ആയതുകൊണ്ട് പാർലമെൻ്റ് ഒന്നും ശ്രദ്ധിക്കുക, അധികം അങ്ങോട്ട് ബലം അങ്ങോട്ട് കയറിടാനോ കടിഞ്ഞാണോ പറ്റുകയില്ല അമേരിക്കയിൽ. എങ്കിലും ഇപ്പോൾ അത് ആശയക്കുഴപ്പത്തിലാണ്. എന്താ, പെട്രോളിൻ്റെ വില വളരെ അങ്ങ് കൂടി. ഇവിടെ വേറെ ആൾട്ടർനേറ്റീവ് ഫ്യൂൽസ് ഒന്നും വേണ്ട, പെട്രോൾ മാത്രം മതിയെന്ന് പറഞ്ഞിരിക്കുക. അതിൻ്റെ വില കൂടി. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ തന്നെ ദുർബല, ഇപ്പം പിന്നെ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലായി. ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെയാണ് ഒരു ദിവസത്തെ ചെലവെന്ന് പറയുന്ന അമേരിക്കയ്ക്ക് 8000 കോടി ഡോളർ. കോടി ഡോളറാണ്. ചില രാജ്യങ്ങളുടെ GDP അത്രയും വരും ഒരു ദിവസത്തെ ചിലവെന്ന് പറഞ്ഞാൽ. അതുപോലെ ഒരാഴ്ച കൊണ്ട് ഉണ്ടായ ചിലവ് കണക്ക് കൂട്ടിയിട്ടുണ്ട്. അത് 55,000 കോടി രൂപയാണ്. 55,000 കോടി രൂപയല്ല, ഡോളറാണ്. അതിനെ 100 കൊണ്ട് ഗുണിക്കണം മാത്രം. അത് നിങ്ങൾ ഗുണിച്ചോ, ഞാനതിന് മെനക്കെടുന്നില്ല, കണക്കിൽ ഇത്ര മോശവും. അപ്പോൾ അത്രമാത്രം ചിലവാക്കിക്കൊണ്ട് ഭാരിച്ച ചിലവുള്ള യുദ്ധം ചെയ്തിട്ട് ഫലമൊന്നും ഉണ്ടായിട്ടുമില്ല. മരിക്കാതിരി കുഴിയിലോട്ട് കാലും നെട്ടിയിരിക്കുന്ന ഒരു അപ്പൂപ്പനെ കൊന്നതിനപ്പുറം, പിന്നെ ഗൾഫ് രാജ്യങ്ങളിലെ സമാധാനം തകർത്തുന്നതിനും അപ്പുറം യാതൊരു കാര്യവും നടന്നിട്ടില്ല. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും അതേ നിലപാടിലാണ്. അവിടെ കുറച്ച് പേര് മരിച്ചു, അവരുടെ സമാധാനം നഷ്ടപ്പെട്ടിട്ടും ഞങ്ങളുടെ രാജ്യം യുദ്ധത്തിന് ഉപയോഗിക്കാൻ അമേരിക്ക അനുവദിക്കത്തില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് രാജ്യം. അപ്പോൾ ഇത് ആകെപ്പാടെ ഇസ്രായേൽ പണി നോക്കുന്നുണ്ട്, അവരുടെ ബുദ്ധി കൊണ്ട് പണി നോക്കുന്നുണ്ട്. സൗദി അറേബ്യയ്ക്കിട്ട് മിസൈൽ അയച്ചുകൊണ്ട് ഇറാനാണ് അയച്ചതെന്ന് വരുത്തി തീർക്കുക. ഈ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, ഇത് സമാനമായിട്ടൊരു സംഭവം ഞങ്ങളുടെ നാട്ടിൽ നടന്നു. അത് തെരഞ്ഞെടുപ്പ് വന്ന കാലം. അവിടെ ഈ ക്രിസ്ത്യാനികൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമോ എന്നൊരു സംശയം വന്നു. അങ്ങനെ വന്ന സമയത്ത് എന്നാൽ പിന്നെ നമുക്കതങ്ങ് പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ പോയി പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കുരിശും തൊട്ടിയുണ്ട്, ചിറമുടി എന്ന് പറയുന്നത്. ആ കുരിശും തൊട്ടി, ഒരു കുരിശുമുണ്ട് അവിടെ. ആ കുരിശിൽ ചെങ്കൊടി കൊണ്ട് കെട്ടി. ചെങ്കൊടി ആര് കൊണ്ട് കെട്ടി? കോൺഗ്രസ്സുകാർ തന്നെ കെട്ടി. എന്തിനു കെട്ടി? ഇത് CPM-കാർ ചെയ്തതാണ്, അവരുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊരു പ്രതിഷേധം. അപ്പോൾ മാസമായിട്ട് ആ പ്രാവശ്യം കോൺഗ്രസ്സുകാർ മുഴുവനും കൂടി, കോൺഗ്രസ്സുകാരല്ല ക്രിസ്ത്യാനികൾ മുഴുവനും കൂടി കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ദാമോദരൻ കാളാശ്ശേരി അവിടെ അധികാരത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ ആൾ ജയിച്ചു. അല്ലെങ്കിൽ LDF-ൻ്റെ V കേശവനാണെന്ന് തോന്നുന്നു അവിടെ ജയിക്കേണ്ടത്. ഇന്ന് പന്തളം മണ്ഡലം തന്നെ ഇല്ല, അവിടെ സുഖമായിട്ട് ജയിച്ചു, അദ്ദേഹം മന്ത്രിയായി. അതാണ് എൻ്റെ കാരണം. എന്താ? പ്രതിഷേധം ഗംഭീരമായിട്ട് CPM നടന്നു. അങ്ങനെ ഇറാനോട് പ്രതിഷേധം വരാൻ വേണ്ടി അതൊക്കെ ചെയ്യുന്നുണ്ട് ഗൾഫ് നാട്. പക്ഷേ അതും യേശുന്നില്ല. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും ഒരുപാട് പരാജയപ്പെട്ടിരിക്കുക. ഇറാൻ പിന്നെ പണ്ടേ പരാജയപ്പെട്ട ഒരു രാഷ്ട്രമാണല്ലോ, ഇനിയും പരാജയപ്പെടാൻ എന്തിരിക്കും എന്നുള്ള മട്ടില്ല. ഇനി അങ്ങ് നശിച്ചു പോട്ടെ ഞങ്ങൾ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ $1 ഞങ്ങളിപ്പോൾ കൊടുക്കേണ്ടി വരുന്നത് 2 ലക്ഷം റിയാലാണ്. പോട്ട് ഇനി എല്ലാവരും കൂടെ കൂട്ടമായിട്ട് അങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് വെച്ചിരിക്കുന്ന രാഷ്ട്രമാണ്. അതിനോട് കളിച്ചിട്ട് മരിക്കാനിരിക്കുന്ന ഒരാളിനെ അടിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അവനൊരു കുറച്ചുകൂടെ അടിച്ചു എന്ന് പറയും. ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ മോദി ഇടപെടാനുള്ള നല്ല സാഹചര്യമുണ്ട്. എങ്ങനെയും യുദ്ധത്തിൽ നിന്നൊന്ന് കരകയറിയാൽ മതിയെന്നും പറഞ്ഞിരിക്കുകയാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളും. അതിനിടയ്ക്കാണ് ട്രംപിനെ പുടിൻ വിളിച്ചിട്ട് കുറച്ച് നല്ല തെറി വിളിച്ചത്. എന്ത് പരിപാടിയാണ് താനീ കാണിച്ചത്? തനിക്കറിയില്ലായിരുന്നു ഇതിനകത്ത് ഞങ്ങൾ ഈ യുക്രൈനിൽ പെട്ട് കിടക്കുന്ന പോലെ താനും പെട്ടു പോകുന്നത്? ഇതൊക്കെ തനിക്ക് പറഞ്ഞു തന്നിട്ടും അല്ലേ? ഒരു മര്യാദ വേണ്ടേ ഇതിനകത്ത്? ചുമ്മാ ആളുകളെ കൊല്ലുന്നത്, ബുദ്ധിയില്ലാതെ യുദ്ധത്തിന് പോയിട്ട്. ഇതാകപ്പാടെ അവിടുത്തെ ബിഷപ്പുമാർ, അമേരിക്കൻ ബിഷപ്പുമാർ സ്ത്രീകളും ഉണ്ടെന്നറിയാമല്ലോ. ആ സ്ത്രീകളും എല്ലാം കൂടി ഇദ്ദേഹത്തിനെ മസാജ് ചെയ്യുക, സ്പായിലൊക്കെ പോയി മസാജ് ചെയ്യുന്ന പോലെ മസാജ് ചെയ്തിട്ട് ദിവ്യവാചകങ്ങളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഉത്തേജനധനാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ചുരുക്കി പറഞ്ഞപ്പോൾ മാനസിക ചികിത്സ കൂടി വേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദോഷം പറയല്ല, ആ സ്ഥിതിയിലായിരിക്കുന്നു. അദ്ദേഹത്തിന് മാനസിക നില തെറ്റിയിരിക്കുന്നു യുദ്ധം കൊണ്ട്. അതാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള
പ്രയോജനം. പിന്നെ പെട്രോളിൻ്റെ വില കൂട്ടി, നമ്മുടെ വീട്ടമ്മമാരുടെ ചിലവും കൂട്ടി, LNGയുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട്. ഇപ്പോൾ ആകെപ്പാടെ കൂടെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ് ആ പടനിലം. അതുകൊണ്ട് ഇപ്പം മോദി ഒന്ന് ഫോൺ വിളിച്ചാൽ മോദി പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ, അല്ലെങ്കിൽ യുദ്ധം നിർത്തത്തില്ലായിരുന്നു എന്നൊരു എക്സ്ക്യൂസിൽ അവർക്കെല്ലാം രക്ഷപ്പെടാം, തടി തപ്പാം. മോദി അത് ചെയ്യും. ഒരു ഫോൺ വിളിയുടെ വിലയേ ഉള്ളൂ യുദ്ധം നിർത്താൻ. കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ട് യുദ്ധം നടത്താൻ.